Stars on Air. Stars on Air. The Celebrity Talk Show. With RJ Tushara. ചില കാര്യങ്ങൾ അങ്ങനെയാണ്, കുറച്ച് വൈകി അതിന് കിട്ടേണ്ട ആ ഒരു റെക്കഗ്നിഷൻ കിട്ടുള്ളൂ. എനിക്ക് തോന്നുന്നു അഭിലാഷം എന്ന് പറയുന്ന സിനിമയെ കുറിച്ച് ഇപ്പൊ ഏറ്റവും കൂടുതൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കമന്റ്സും ഇത് തന്നെയാണ്. അപ്പൊ അഭിലാഷത്തിന്റെ സ്വന്തം അഭിലാഷാണ് നമ്മളുടെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്നത്. സൈജു കുറുപ്പ്, വെൽക്കം ടു സ്റ്റാർസ് ഓൺ എയർ. താങ്ക് യു തുഷാര. എന്തുകൊണ്ടാണ് ഈ പടം ഈ ഒരു ടൈമിൽ റിലീസ് ചെയ്തതെന്ന് പറഞ്ഞിട്ട്, എന്നാൽ അതിനെയൊക്കെ മാറ്റി പറയുന്ന രീതിയിലുള്ള ഭയങ്കരമായിട്ടുള്ള പോസിറ്റീവ് ആയിട്ടുള്ള കമന്റ്സ് ആണ് OTT-യിലേക്ക് ഈ ഒരു സിനിമ എത്തിയപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു കമന്റ് എന്താണ് പലരും പറഞ്ഞായിരുന്നു ആ സമയത്ത് എന്തിനാണ് റിലീസ് ചെയ്തത്. ഇത് മാത്രമാണ് നെഗറ്റീവ് കമന്റ് ആക്ച്വലി വന്നത്. പക്ഷേ ഞെട്ടിക്കുന്ന വാർത്ത എന്താന്ന് വെച്ചാൽ നമുക്ക് തിയേറ്ററിൽ നിന്ന് നല്ല ഷെയർ വന്നത്. ഇത് ആക്ച്വലി ആ സമയത്ത് തിയേറ്ററിൽ പോയ ആൾക്കാരും ഞങ്ങൾക്ക് മാത്രമേ അറിയാവുള്ളൂ. നമ്മൾ സിനിമയുടെ ആയിട്ട് അസോസിയേറ്റ് ആയിട്ടുള്ള ആൾക്കാരായത് കാരണം അഭിലാഷം ഈ ബുക്ക് മൈ ഷോയിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് നോക്കും. അപ്പൊ നമ്മൾ കാണുന്നത് ഫില്ലിംഗ് ഫാസ്റ്റ് ആണ്. പിന്നെ ഞാൻ പല തിയേറ്റേഴ്സിൽ പോവുകയും ചെയ്തു. എറണാകുളത്ത്, പിന്നെ മലപ്പുറത്തും കോഴിക്കോടൊക്കെ പോയി. അതൊക്കെ ഹൗസ്ഫുള്ളും പിന്നെ നിയർലി ഹൗസ്ഫുൾ ഷോസ് ആയിരുന്നു. അതായത് ഈ ആദ്യത്തെ 1-2 റോസ് മാത്രം കാലിയായിട്ടിരിക്കുകയും ബാക്കിയുള്ള മൊത്തം ഫുള്ളായിട്ട് പാക്ഡ് ആയിട്ടുള്ള തിയേറ്റേഴ്സിലാണ് നമ്മള് ഞങ്ങൾ പോയിടത്തൊക്കെ അങ്ങനെയായിരുന്നു. പിന്നെ അഫ്കോഴ്സ് നമുക്ക് തിയേറ്റർ ഷെയർ വളരെ നല്ലൊരു തിയേറ്റർ ഷെയർ വന്നത്. പ്രൊഡ്യൂസേഴ്സ് ആർ റിയലി ഹാപ്പി. പ്രൊഡ്യൂസേഴ്സ് ഹാപ്പി എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാക്കാമല്ലോ. സോ അപ്പം പ്രശ്നം എന്ന് വെച്ചാല് ഇത് OTT-ൽ വന്നതിന് ശേഷം ഇത് തിയേറ്ററിനേക്കാളും ഭയങ്കര റെസ്പോൺസ് ആണ് വന്നത്. അതായത് ആൾക്കാർ കൂടുതൽ കണ്ടത് OTT-ലാണ്. അത് ഭയങ്കര എന്താണ് ഒരു മേ ബി 100 times മോർ റെസ്പോൺസ് ആണ് വന്നത്. കാരണം അത്രയും പേര് OTT-ൽ കണ്ടിട്ടുണ്ട്. അഭിലാഷത്തിനെ കുറിച്ച് പറയുമ്പോൾ ഇത് ഒന്നല്ല 3 ഡിഫറെന്റ് OTT പ്ലാറ്റ്ഫോംസിലാണ് എയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതെ അതെ. ഇന്ത്യയിൽ മനോരമ മാക്സും ആമസോൺ പ്രൈമും ആണ്. ഇന്ത്യക്ക് വെളിയിൽ സിംപ്ലി സൗത്ത്. സെയിം തിങ് ഹാഡ് ഹാപ്പൻഡ് വിത്ത് ഭരതനാട്യം. പക്ഷെ ഭരതനാട്യത്തിന് തിയേറ്ററിൽ അത്ര റെസ്പോൺസസ് നല്ലായിരുന്നു. പക്ഷെ ഈ കളക്ഷൻ വൈസ് അത്രയും ഷെയർ നമുക്ക് വന്നില്ല. ബട്ട് അഭിലാഷം നമ്മളൊക്കെ ഞെട്ടിച്ച് കളഞ്ഞാണ്. അത്രയും കളക്ഷൻസ് വന്നായിരുന്നു. പക്ഷെ ഇത് ആൾക്കാർക്ക് അറിയില്ല. ഐ മീൻ മീഡിയക്ക് പ്രത്യേകിച്ച് അറിയില്ല. എല്ലാവരും നമ്മളോട് പറയുന്നത് തിയേറ്ററിൽ വർക്കായില്ലല്ലേ. ഇത് കേൾക്കുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര അയ്യോ ഇത് എന്താ ഈ പറയുന്നത്, തിയേറ്ററിൽ വർക്കായല്ലോ. ബട്ട് മൈൻഡ് ബ്ലോയിങ് ആണ്. ഈ ഭരതനാട്യത്തിന് വന്ന പോലെ എല്ലാ ദിവസവും രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഒരു 1/2-3 മണിക്കൂർ മെസ്സേജ് വരുന്നതിന് റിപ്ലൈ ചെയ്യലും അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മുടെ ഡയറക്ടർക്കും പ്രൊഡ്യൂസറിനും ഒക്കെ അയക്കുക. ഇതൊക്കെ തന്നെയാണ് പതിവ്. ഈ അഭിലാഷം എന്ന മൂവിയിലെ അഭിലാഷ് എന്ന ക്യാരക്ടർ വളരെ സോഫ്റ്റ് സ്പോക്കൺ ആയിട്ടുള്ള, ലവിംഗ് ആയിട്ടുള്ള, ചാമിംഗ് ആയിട്ടുള്ള ഒരു ജെന്റിൽമാൻ. ഈ ഒരു ക്യാരക്ടറിന് വേണ്ടിയിട്ട് സൈജു കുറുപ്പ് എന്ന ആക്ടറിന്റെ ഒരു ഹോംവർക്ക് എങ്ങനെയായിരുന്നു? ഹോംവർക്ക് ഒന്നും ഇല്ലായിരുന്നു. ആക്ച്വലി ഒരു ഹോംവർക്ക് ഞാൻ ചെയ്തത്, ഞാൻ മുടിയും താടിയും മീശയും വളർത്തി. 3 മാസം. അതെ അതെ, അത്ര ഉണ്ടായിരുന്നുള്ളൂ ഹോംവർക്ക്. പിന്നെ അവിടെ ചെന്നതിന് ശേഷം റോണക്സ് അത് എന്നെ ഇപ്പം അഭിലാഷിന്റെ എന്താണ് ആ രൂപത്തിലേക്ക് ആക്കി. ബാക്കി ഇപ്പം പെർഫോമൻസ് വൈസ് ഒക്കെ ആ സമയത്ത് ചെയ്തതൊക്കെ തന്നെയാണ്. അത് എനിക്ക് അത്ര വലിയൊരു ബുദ്ധിമുട്ടുള്ള ഒരു ക്യാരക്ടർ ആയിരുന്നില്ല. എനിക്ക് ഇൻഫാക്ട് ഇറ്റ് വാസ് എ കേക്ക് വർക്ക് ഫോർ മീ. ആൻഡ് മെനി പീപ്പിൾ ആർ ഡിസ്കസിംഗ് അബൌട്ട് ദിസ് ക്ലൈമാക്സ് സീൻ ആൻഡ് ഓൾ. ക്ലൈമാക്സ് സീനിൽ ഒരുപാട് റീൽസ് വന്നു. അപ്പം എന്നോട് 1-2 ഈ പോസ്റ്റ് OTT സ്ട്രീമിംഗ് ഇന്റർവ്യൂസ് കൊടുത്തതിലൊക്കെ ആൾക്കാർ ചോദിച്ചു അതിനുവേണ്ടി എങ്ങനെയായിരുന്നു പ്രിപ്പറേഷൻ, അത് ചോദിച്ചു. പക്ഷെ അത് ആക്ച്വലി 1 ടേക്കില് എടുത്താണ് നമ്മള്. 2 രീതിയിൽ എടുത്തു നമ്മള്. 2 രീതിയിലും ഓരോരോ ടേക്ക് എടുത്തിട്ടുള്ളൂ. അങ്ങനത്തെ ഒരു സീനാണ്. അത് നമുക്ക് കട്ട് ചെയ്ത് എടുക്കാൻ പറ്റില്ല. ഒറ്റടിക്ക് എടുത്താലേ നമ്മളിങ്ങനെ പറഞ്ഞു വരുമ്പോഴത്തേക്ക് ഇമോഷൻ. ഇൻഫാക്ട് ഐ ഡിഡ്ന്റ് യൂസ് ഗ്ലിസറിൻ ഫോർ ദാറ്റ്. ഇറ്റ് ഓട്ടോമാറ്റിക്കലി ഹാപ്പൻഡ് ദാറ്റ് മൈ ഐസ് ഗോട്ട് ഫിൽഡ്. That is so beautiful. അത് അങ്ങനത്തെ ഒരു മൊമെന്റ് എനിക്കൊന്ന് കണ്ടോണ്ടിരിക്കുന്നവർക്കും അതേ ഒരു ഫീൽ. ഞാനത് ആക്ച്വലി ഞാൻ കണ്ടംപ്ലേറ്റ് ചെയ്ത് കുറെ ക്ലൈമാക്സിനെ കുറിച്ച് ചോദിക്കണം. കാരണം കാണാത്തവരുണ്ടായിരിക്കും. സോ ഐ ഡോണ്ട് വാണ്ട് ടു സ്പോയിൽ എനിത്തിങ് ഫോർ ദം. വെരി ഗുഡ് എക്സ്പീരിയൻസ്. ആൻഡ് ഈ നമ്മുടെ ആ ഇമോഷൻസിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഷോട്ട്, അതിനേക്കാളും നേരിലുള്ള മ്യൂസിക്കും എല്ലാം കൂടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ആ മൊത്തം സിനിമ ഒരു വേറെ ലെവലായി. ആൻഡ് പീപ്പിൾ, യു വോണ്ട് ബിലീവ്, പീപ്പിൾ കോമൺലി, അതായത് എനിക്കിപ്പോ ഒരു 500 മെസ്സേജ് വന്നിട്ടുണ്ടെന്ന് വിചാരിക്കാം. ഫോർ എക്സാമ്പിൾ, ഈ 500 മെസ്സേജില് 450 മെസ്സേജസിലും പറയുന്നത് കരിയർ ബെസ്റ്റ് ക്യാരക്ടർ ആൻഡ് ആഫ്റ്റർ അറക്കലബു അഭിലാഷ് ആണ് ഇപ്പം അറക്കലബുവിനേക്കാളും മേളിൽ നിൽക്കുന്നത്. അല്ലെങ്കിൽ ഇതുവരായിട്ട് എല്ലാരും അറക്കലബു എന്നാണ് വിളിച്ചത്. അഭിലാഷ് എന്നായിരിക്കും ഞങ്ങളൊക്കെ വിളിക്കുന്നത്. ആൻഡ് ഒരുപാട് പേര് മെസ്സേജ് അയച്ചു, നിങ്ങൾക്ക് മെസ്സേജ് അയക്കാണ്ടിരിക്കാൻ പറ്റിയില്ല. പിന്നെ വേറെ ഏറ്റവും അടിപൊളി കോമൺ ആയിട്ട് കിട്ടിയ മെസ്സേജ് എന്ന് വെച്ചാല്
നിങ്ങൾ അടുത്തുണ്ടായിരുന്നെങ്കിൽ നിങ്ങളെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ വന്നേനെ. So sweet. ഒരു one audience who is a male and he messaged me saying that ഞാൻ ദുബായിലാണുള്ളത്, ഞാൻ ഈ വർഷം വരുന്നുണ്ട്, നാട്ടില് വരുവാണെങ്കിൽ ഒന്ന് കാണാൻ പറ്റുമോ, എനിക്ക് നിങ്ങളെ ഒന്ന് ഹഗ് ചെയ്യണമെന്ന്. ബിക്കോസ് ഐ ക്യാൻ റിലേറ്റ്. അഭിലാഷ് ആണ് ഞാൻ ജീവിതത്തില്, എന്റെ ജീവിതത്തിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. കുറെ പേർക്ക് എക്സ്പീരിയൻസ് ഉണ്ടെന്ന് പറയുന്നത്. പിന്നെ കുറെ പേര് പറഞ്ഞത് ഞങ്ങൾക്ക് എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ പോലും ഞങ്ങൾക്ക് ഒരുപാട് റിലേറ്റ് ചെയ്യാൻ പറ്റും. എനിക്കൊന്ന് വൺ സൈഡഡ് ലവ് എന്ന് പറയുന്നത് വളരെ ഒരു പെയിൻഫുൾ ആയിട്ടുള്ള ഒരു ഫീലിംഗ് തന്നെയാണ്. ആൻഡ് മെനി പീപ്പിൾ ലവ് ദിസ് മൂവി ബിക്കോസ് അതിനകത്ത് കുറെ കണക്ഷൻസ് ഉണ്ടായിരുന്നു. നോട്ട് ജസ്റ്റ് അബൌട്ട് ദാറ്റ്. ഇപ്പോൾ സ്കൂൾ ടൈമിൽ ഉള്ള കുറെ കാര്യങ്ങളാണെങ്കിലും ആ സ്കൂൾ ടൈം റൊമാൻസ് ആണെങ്കിലും ഈവൻ ദ മദർ സൺ ബോണ്ട് ദാറ്റ് യു ഓൾ ഹാഡ് നോ ഉൾപ്പെടെയുള്ള കുറെ സാധനങ്ങൾ ഐ തിങ്ക് നമ്മൾ ഓഡിയൻസിന് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. എപ്പോഴേലും ഇതുപോലത്തെ വൺ സൈഡഡ് ലവ് പേഴ്സണലി ഉണ്ടായിട്ടുണ്ടോ? എനിക്ക് വൺ സൈഡഡ് ലവ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എല്ലായിടത്തും മുമ്പ് വരെ. ഞാൻ കല്യാണം കഴിച്ചത് ടു സൈഡ് ലവ് ചെയ്ത ഒരാളെ. അല്ലെങ്കിൽ ഐ ഓൾവേസ് ഹാഡ് ബീൻ എ ലൂസർ. എവിടെ പോയാലും, അതായത് ഈ പ്രണയത്തിന്റെ കാര്യത്തിലും ലൂസർ ആയിരുന്നു, ഇപ്പം ഒരു സ്പോർട്സിന്റെ കാര്യത്തിൽ പോയാലും അവിടെയും ലൂസ് ചെയ്യായിരുന്നു. ഇപ്പൊ അത്ലറ്റിക്സിനൊക്കെ ഞാൻ പങ്കെടുക്കുമായിരുന്നു. അതായത് എല്ലാരും പങ്കെടുക്കുമ്പോൾ നമ്മളും പങ്കെടുക്കണമല്ലോ എന്നുള്ളൊരു ഇതില് എന്നൊക്കെ ഉള്ള ഇതിൽ ഞാൻ പങ്കെടുക്കുമായിരുന്നു. ഞാൻ എന്നിട്ട് തേർഡ് ലാസ്റ്റ് സെക്കൻഡ് ലാസ്റ്റ് ഒക്കെ വന്നിട്ടിരുന്നത്, അല്ലെങ്കിൽ ലാസ്റ്റ് വരും. എപ്പോഴും ഈ നമ്മുടെ കോളേജിൽ ഗാദറിംഗ്സ് ഉണ്ടാകുമ്പോഴത്തേക്ക് ഏറ്റവും പുറകെ നിന്ന് നമ്മുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടി കൈയടിക്കുന്ന ഒരാളായിരുന്നു. അവിടെ ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്യില്ലായിരുന്നു. സോ അവിടെയും എനിക്കറിയായിരുന്നു. ബിക്കോസ് എനിക്ക് ഓൾവേസ് എന്റെ ഉള്ളില് എനിക്ക് ലൂസിങ് ഭയങ്കര പേടിയുള്ള ഒരു കാര്യമായിരുന്നു. എന്നുവെച്ചാൽ ഒരുപാട് പരാജയപ്പെട്ടുണ്ട് ഒരുപാട് സാഹചര്യങ്ങളിൽ. സോ പിന്നെ ഒരു ഘട്ടം വന്നപ്പോഴത്തേക്ക് ഞാൻ ഒന്നിനും പങ്കെടുക്കാണ്ടായി. എന്റെ അച്ഛൻ എന്നോട് പറയും പാർട്ടിസിപ്പേഷൻ ഇസ് മോർ ഇമ്പോർട്ടന്റ് ടു വിൻ. അല്ല, അതൊക്കെ ശരിയാണ്. പക്ഷെ നമ്മൾ ലൂസ് ചെയ്തു പോകും. എപ്പോഴെങ്കിലും ജയിക്കണ്ടേ. അതേപോലെ പഠിത്തത്തിന്റെ കാര്യത്തിലായാലും ഞാൻ അബോ ആവറേജ് സ്റ്റുഡന്റ് ആയിരുന്നു. പക്ഷെ ഒരിക്കലും ഞാൻ ടോപ്പർ ആയിരുന്നില്ല. സോ അങ്ങനെയുള്ള അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ പ്രണയത്തിന്റെ കാര്യത്തിലും ഫസ്റ്റ് ഞാൻ ഒരാളുടെ ഒക്കെ പറഞ്ഞപ്പോ തന്നെ അവരത് റിജക്ട് ചെയ്തപ്പോ തന്നെ ആ റിജക്ഷൻ എന്നെ ഒരുപാട് ബാധിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് വൺ സൈഡ് പ്രണയം ഒരുപാട് ഉണ്ടായിട്ടുണ്ടെങ്കിലും അഭിലാഷിനെ പോലെ ഒരിക്കലും ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ അഭിലാഷിന് റിജക്ഷൻസ് ഉണ്ടായിട്ടില്ല. അഭിലാഷ് ഒരാളെ സ്നേഹിച്ചിട്ടുള്ളൂ, അവരോട് പറയാൻ പറ്റാത്ത പ്രശ്നമാണ്. പക്ഷെ ഞാൻ ഈ റിജക്ഷൻ പേടിച്ചിട്ട്, അതായത് വീണ്ടും ഞാൻ ലൂസ് ചെയ്യുമെന്നുള്ളത് പേടിച്ചിട്ട് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. അപ്പൊ അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. കോളേജ് കഴിഞ്ഞിട്ട് ഒരു പെൺകുട്ടി എന്നോട് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് കോളേജ് വെച്ച് നിന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു, ഐ യൂസ് ടു ഡ്രീം അബൌട്ട് യു എന്നൊക്കെ പറഞ്ഞിട്ട്. ബട്ട് ഐ തോട്ട് ദാറ്റ് ഇറ്റ് വാസ് an infatuation, so that's why I didn't really tell you. But you might have understood from my eyes that എനിക്ക് തന്നെ ഇഷ്ടമായിരുന്നു എന്നുള്ളത്. എനിക്കത് മനസ്സിലായിട്ടൊന്നുമില്ല. എന്നുവെച്ചാൽ ഞാനിവരെ നോക്കിയിട്ടില്ല. നമുക്ക് അങ്ങനത്തെ ഒരു ഇതില്ലായിരുന്നു അവരോട്. അപ്പൊ അതാണ് ഞാൻ നോക്കിയിട്ടില്ല. അഭിലാഷം എന്ന സിനിമയുടെ വിശേഷങ്ങൾ പറഞ്ഞു പോകുന്ന കൂട്ടത്തിൽ ലെറ്റ് മീ ആസ്ക് യു, അഭിലാഷ് എന്ന ക്യാരക്ടറുമായിട്ട് സൈജു കുറുപ്പ് എന്ന പേഴ്സണ് എന്തെങ്കിലും സിമിലാരിറ്റീസ് ഉണ്ടായിരുന്നോ? അഭിലാഷ് എന്റെ ഉള്ളിലുള്ള ഒരാള് തന്നെയാണ്. കുറച്ചൊക്കെ ഇൻട്രോവേർട്ട് ആയിട്ടുള്ള സഭാകമ്പം ഉള്ള ആളൊക്കെയാണ്. ക്രൗഡ് ഫേസ് ചെയ്യുന്നത് പ്രശ്നം. അഭിലാഷിന്റെ കാര്യത്തിൽ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും അഭിലാഷ് അങ്ങനെ ആയിരിക്കുമല്ലോ. അത്രയും ഒരു ഭയങ്കര ബോൾഡ് ആയിട്ടുള്ള ഒരാളല്ല. അപ്പൊ അതുപോലത്തെ ഒരു ഇപ്പോഴും എന്റെ മനസ്സിന് അത്രയും കട്ടിയില്ലാത്ത ഒരാളാണ്. മേ ബി അതുകൊണ്ടായിരിക്കാം എനിക്ക് ഇങ്ങനത്തെ ഉള്ള പെർഫോമൻസ് ചെയ്യുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക് ഡിസറിലാണ് എനിക്ക് എന്റെ കണ്ണ് നിറഞ്ഞത്. ഭയങ്കര വൾണറബിൾ ആണ് ഞാൻ. പെട്ടെന്ന് അപ്സെറ്റ് ആവും. പക്ഷെ നിങ്ങളൊക്കെ ഇപ്പം ഫോർ എക്സാമ്പിൾ തുഷാര അല്ലെങ്കിൽ എന്നെ പരിചയമുള്ള, നേരിട്ട് എന്നെ കണ്ടിട്ടുള്ള പരിചയമുള്ള ആൾക്കാരൊക്കെ ചിലപ്പോൾ വിചാരിക്കുമായിരിക്കും, എന്റെ ഇന്റർവ്യൂസ് ഒക്കെ കണ്ടിട്ടും ഒക്കെ വിചാരിക്കുമായിരിക്കും ഞാൻ വളരെ ദേഷ്യമൊന്നും വരാത്ത അങ്ങനത്തെ ഉള്ളൊരു ആളെന്നൊക്കെ വിചാരിക്കുമായിരിക്കും. ഒരിക്കലും വൾണറബിൾ അല്ല എന്നൊക്കെ വിചാരിക്കുമായിരിക്കും. പക്ഷെ അങ്ങനെയല്ല, ഞാൻ ഭയങ്കര വൾണറബിൾ ആണ്. പക്ഷെ ഞാൻ ഒരിക്കലും ഇത് പുറത്ത് കാണിക്കാറില്ല. എനിക്ക് ദേഷ്യം വന്നാലും ഞാൻ പുറത്ത് കാണിക്കാറില്ല. ഞാൻ അത്രയും എനിക്ക് ഈ നമ്മള് ക്ഷമയുടെ നെല്ലിപ്പലൊക്കെ കാണുമെന്നൊക്കെ ഉള്ള ഇതില്ല. അപ്പം ആ ഒരു ഇതിൽ മാത്രമേ ഞാൻ റിയാക്ട് ചെയ്യാറുള്ളൂ. അല്ലെങ്കിൽ എന്നെ ഇൻസൾട്ട് ചെയ്ത സ്ഥലങ്ങളിൽ പോലും ഞാൻ റിയാക്ട് ചെയ്തിട്ടില്ല. എനിക്ക് പിന്നെ രാത്രി കിടന്ന് ഉറക്കം പറ്റില്ല. ഞാൻ എന്തെങ്കിലും തിരിച്ചു പറഞ്ഞിട്ട് അതെ അതാണ്. That is the way you handle your emotions. അഭിലാഷത്തിനെ കുറിച്ച് പറയുമ്പോൾ ഇതിന്റെ എൻറ്റയർ കാസ്റ്റ് ആൻഡ് ക്രൂവിനെ കുറിച്ച് പറയാണ്ടിരിക്കാൻ വയ്യ. ബിക്കോസ് സച്ച് എ മാർവലസ് ജോബ്
ഈച്ച് ആൻഡ് എവ്രി ആക്ടർ ആയാലും ക്രൂ മെമ്പർ ആയാലും അവരുടെ പാർട്ട് പെർഫെക്റ്റ് ആയിട്ട് ചെയ്തു എന്നുള്ളതിന്റെ ഒരു റിസൾട്ടും കൂടി ആയിരിക്കും ഡെഫിനറ്റ്ലി ഈ സിനിമ ഇത്രമാത്രം സക്സസ്ഫുൾ ആയി വരാനായിട്ടുള്ള ഒരു കാരണം. ആൻഡ് അതിൽ എനിക്ക് ഒന്ന് സ്പെസിഫിക്കലി എടുത്ത് സംസാരിക്കേണ്ടത് അതിന്റെ മ്യൂസിക്കിനെ കുറിച്ചാണ്. ശ്രീഹരി എന്ന ഈ ഒരു കമ്പോസർ ഡെഫിനറ്റ്ലി എല്ലാവരും കോമൺ ആയിട്ട് പറയുന്ന ഒരു കാര്യം കൂടെ ഉണ്ട്. അതായത് ഈ സിനിമയിൽ ഈ കഥയും ഈ സിനിമയും ഇത്രയും എന്റർടൈൻമെന്റ് തരുന്നുണ്ടെങ്കിൽ അതിന്റെ അകത്തൊരു മേജർ കോൺട്രിബ്യൂഷൻ ഇതിന്റെ തന്നെയാണ്, മ്യൂസിക്കിന്റെ തന്നെയാണ്. അതുകൂടാണ്ട് ഇപ്പൊ ലാസ്റ്റിലത്തെ സീനിനെ പറ്റി എടുത്തു പറയുമ്പോഴും ആ റിജക്ഷൻ കിട്ടുന്ന ആ ഡയലോഗ് തൻവി പറയുമ്പോൾ എനിക്ക് നിന്റെ ലൈലാകാൻ പറ്റില്ല, അത് നിനക്ക് മനസ്സിലാവുമല്ലോ എന്ന് പറയുമ്പോൾ പിന്നെ എന്റെ ഫേസിലേക്കാണ് ക്യാമറ, ആ ഷോട്ട് എന്റെ ഫേസിലേക്കാണ് വരുന്നത്, എന്റെ റിയാക്ഷനാണ്. ആ റിയാക്ഷന് കൂടുതൽ ഇമോഷൻ കൂട്ടുന്നത് കൽവിലകമേ എന്ന് പറഞ്ഞുകൊണ്ട് ആ വരികളാണ്. പിന്നെ അത് ഷർഫു വളരെ ഗംഭീരമായിട്ട് എഴുതി, മക്ബൂൽ മൻസൂർ ഭയങ്കര രസമായിട്ട് പാടി. അപ്പം അതിന്റെയൊക്കെ കോൺട്രിബ്യൂഷൻ ആണ്. സി എവറി സിനിമ ഇപ്പൊ നമ്മൾ പണ്ടോട്ട് പറയാറുള്ളതാണ്, എല്ലാവരും ലെജൻസ് ഒക്കെ പറഞ്ഞിരിക്കുന്നതാണ്, ഇത് ഒരാളുടെ കഴിവല്ല ഒരു സിനിമ വർക്കാവുന്നത്, ഒരു ടീമിന്റെ മൊത്തത്തിലുള്ള കോൺട്രിബ്യൂഷൻ വരുമ്പോഴേ അത് സംഭവിക്കുള്ളൂ. അപ്പൊ അതേപോലെ ഇതിന്റെ അകത്തും അങ്ങനെ സംഭവിച്ചു. ഇപ്പം ഫോർ ദാറ്റ് മാറ്റർ ഇതിന്റെ വിഷ്വൽസ് മോശമായിരുന്നെങ്കിലോ അപ്പോഴും സിനിമ വർക്കാവില്ല. എത്ര നല്ല മ്യൂസിക് ആണെന്ന് പറഞ്ഞാൽ, എത്ര നല്ല നമ്മൾ പെർഫോം ചെയ്തെന്ന് പറഞ്ഞാൽ. അപ്പൊ സജത് കാക്കൂനെ അതിന് നമ്മൾ നമിച്ചേ പറ്റുള്ളൂ. ഒരു നല്ല ഫിലിം മേക്കർ അല്ലെങ്കിൽ ഈ സിനിമ വർക്കാവില്ല. അപ്പം ഷംസു സൈബ ഒരു നല്ല പ്രൊഡക്ഷൻ അല്ല കിട്ടിയിരുന്നെങ്കിൽ നമുക്ക് ഇതേപോലെ എടുക്കാൻ പറ്റില്ല. അപ്പൊ പ്രൊഡ്യൂസേഴ്സിനെ നമ്മൾ വി ആർ താങ്ക്ഫുൾ ടു ദ പ്രൊഡ്യൂസേഴ്സ്. അപ്പൊ ഇങ്ങനെ പ്രൊഡ്യൂസേഴ്സ് നമ്മുടെ രണ്ടുപേരാണ്, ആൻസരികയും നമ്മുടെ ശങ്കർദാസ് എന്ന് പറഞ്ഞ അദ്ദേഹമാണ്. സോ എല്ലാവരുടെയും കൂടെ സപ്പോർട്ടും ഒക്കെ കൂടെ ഉള്ളപ്പോഴാണ് ഈ സാധനങ്ങൾ സംഭവിച്ചത്. ആൻഡ് അർജുൻ അശോകൻ, നവാസ് മലിക്കൊന്നും ഇവരുടെയൊക്കെ പെർഫോമൻസിനെ പറ്റി, ബിനുവിന്റെ പെർഫോമൻസിനെ പറ്റി ബിനു വളരെ കുറച്ചേ ഉള്ളൂ. പക്ഷെ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു തുടരും തിയേറ്ററിൽ റൺ ചെയ്യുന്നു, ഇത് OTT വന്നു. പുള്ളിക്ക് രണ്ടിന്റെ റെസ്പോൺസ് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. തുടരും സിനിമയെ പറ്റി പറയുമ്പോഴത്തേക്കും അതായത് ഓഡിയൻസിന് പുള്ളിയുടെ ക്യാരക്ടർ തുടരത്തിൽ അത്ര ഇഷ്ടപ്പെട്ടിട്ട് നിങ്ങളെ കൈ കിട്ടി നിങ്ങൾ ഒന്ന് അടിക്കാൻ തോന്നുന്നു പറഞ്ഞിട്ടുണ്ട്. നേരെ മറിച്ച് അഭിലാഷം കണ്ടിട്ട് മെസ്സേജ് അയക്കുന്ന ആൾക്കാർ പറയുന്നത് എന്താണ്, എന്ത് രസമായിട്ടാണ് നിങ്ങൾ ചെയ്തത്, അടിപൊളി എന്ന് പറയണത്, തീർച്ചയായിട്ടും സ്നേഹിക്കാനാണ് തോന്നുന്നതെന്ന് പറയണത്. ഒന്ന് കെട്ടിപ്പിടിച്ച് താങ്ക് യു എന്ന് പറയാൻ തോന്നിപ്പോയി ആ സീനൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക്. അതെ അതെ. ആൻഡ് തൻവി ഓൾസോ ഗ്രേറ്റ് പെർഫോമർ. ആൻഡ് ബാക്കിയുള്ള ഓരോ ആൾക്കാർ, ഇപ്പം നമ്മുടെ നീരജ് ചേച്ചി ആയാലും, എന്റെ അമ്മയായിട്ട് അഭിനയിച്ച ഉമ്മ ചേച്ചി ആയാലും, കുള്ളൂർ മാഷ് തൻവിയുടെ അച്ഛനായിട്ട് അഭിനയിച്ച, പിന്നെ ആ കുട്ടി നമ്മുടെ ദുവ എന്ന് പറഞ്ഞ ക്യാരക്ടർ, പിന്നെ അജിഷ, എല്ലാവരും ഭയങ്കര രസമായിട്ടാണ് പെർഫോം ചെയ്തിരിക്കുന്നത്. സോ ഡെഫിനറ്റ്ലി ആ ഒരു എൻറ്റയർ ടീം എഫേർട്ട് തന്നെയാണ്, അതിന്റെ ഒരു ഫലം തന്നെയാണ് ഇപ്പൊ നമുക്ക് ശരിക്കും കാണാൻ സാധിക്കുന്നത്. എവ്രിവെയർ യു റിസീവിംഗ് പോസിറ്റീവ് ആൻഡ് റെസ്പോൺസ്. ആൻഡ് നമ്മളെ ഇപ്പൊ റേഡിയോയിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ സിനിമ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ഡെഫിനറ്റ്ലി പോയി കാണുക എന്നുള്ളതാണ് എനിക്കും പറയാനായിട്ടുള്ളത്. കാരണം ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ, വെരി ഹാർട്ട് ഫെൽറ്റ് മൂവി. അപ്പൊ അഭിലാഷ് എന്ന സിനിമയുടെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു. ഇനി അപ്കമിംഗ് ആയിട്ടുള്ള പ്രോജക്റ്റുകളെ കുറിച്ചും കൂടെ സംസാരിച്ചു പോയാലോ? ആസാദിയും ദാവീദും റീസെന്റ് ആയിട്ട് റിലീസ് ആയിട്ടുണ്ട്. അതാണ് റിലീസ് ആയത്. പിന്നെ അത് കൂടാണ്ട് റിട്ടൺ ആൻഡ് ഡയറക്റ്റഡ് ബൈ ഗോഡ് എന്ന് പറഞ്ഞ സിനിമ ഇപ്പോൾ റിലീസ് ആയിട്ടുണ്ട്. ഇറ്റ്സ് എ ഫാന്റസി മൂവി. അപ്പം ദാവീദ് കുറച്ചുകൂടെ ഒരു മാസ് ടൈപ്പ് ഓഫ് ഒരു മൂവിയാണ്, മാസ് എന്റർടൈനർ ആണ്. സോ ഹാപ്പി ടു ബി പാർട്ട് ഓഫ് ദാറ്റ് മൂവി. അതിൻ്റെ അകത്ത് ഒരു 1/2 ദിവസം അഭിനയിക്കാൻ വേണ്ടിയുള്ള ഒരു വേഷത്തിൽ വിളിച്ചിട്ട് അത് പിന്നെ മാറി ഇപ്പൊ ഞാൻ ചെയ്തിരിക്കുന്ന കഥാപാത്രം ചെയ്യേണ്ട ആക്ടറിന് ഡേറ്റ് ഇല്ലാണ്ടാവുകയും അത് പിന്നെ എന്നിലേക്ക് വരികയൊക്കെ സംഭവിച്ചത് ദൈവാധീനം. അതുകൂടാണ്ട് പിന്നെ ആസാദിയില് എന്റെ ഒരു വളരെ ബ്രീഫ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്, പക്ഷെ ഭയങ്കര രസമുള്ളൊരു കഥാപാത്രമാണ്. അതും ഈ പറഞ്ഞ പോലെ കുറച്ച് ഇമോഷണലി നമ്മളെ കണ്ണു നിറപ്പിക്കുന്ന ടൈപ്പ് ഓഫ് ഒരു ക്യാരക്ടറാണ്. കാരണം ജീവിതത്തിൽ ചിലപ്പം അങ്ങനത്തെ ഒരു കഥാപാത്രങ്ങളെ നമ്മൾ വളരെ വളരെ റെയർ ആയിട്ട് നമ്മൾ കാണുള്ളൂ. പക്ഷെ സിനിമയില് അങ്ങനത്തെ ഒരു കഥാപാത്രം എനിക്ക് കിട്ടിയത്. ദെൻ കമ്മിങ് ടു റിട്ടൺ ആൻഡ് ഡയറക്റ്റഡ് ബൈ ഗോഡ്, അഗൈൻ ഫാന്റസി മൂവി. ഒരു മനുഷ്യന്റെ ജീവിതത്തിലേക്ക് ദൈവം പ്രത്യക്ഷപ്പെടുവാണ്, എന്നിട്ട് പിന്നെ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്. വൺ തിങ്, നമ്മള് മനുഷ്യന്റെ ജീവിതത്തിലേക്ക് ദൈവം വരുന്ന സിനിമകൾ എടുക്കുമ്പോൾ അല്ലെങ്കിൽ അങ്ങനത്തെ കഥകൾ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെ റിയാലിറ്റിയിൽ സംഭവിച്ചെന്ന് വിചാരിക്കുക, ദൈവം പോസിറ്റിവിറ്റിയാണ്. അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് ആന്റിസിപ്പേറ്റ് ചെയ്യാം ഏത് മനുഷ്യന്റെ ജീവിതത്തിലേക്കാണ് വരുന്നത്, ആ മനുഷ്യന്റെ ജീവിതത്തിലെ പ്രശ്നങ്ങളൊക്കെ അല്ലെങ്കിൽ ദുഃഖങ്ങളൊക്കെ മാറ്റും എന്നുള്ളത് അല്ലെ. സോ അത് തന്നെയാണ് സംഭവിക്കുന്നത്. പക്ഷെ ഇത് എങ്ങനെയാണ് സംഭവിക്കുന്നത്? വാട്ട് വി ഹാവ് ട്രൈഡ് ടു ഗിവ് ദ മെസ്സേജസ്, ദൈവം വന്നു കഴിഞ്ഞാൽ ദൈവത്തിന് വളരെ ഈസിയാണ്. ഇപ്പൊ നമുക്ക് എന്തെങ്കിലും ദുഃഖ പ്രശ്നം ഉണ്ടെങ്കിൽ ഉടനെ തന്നെ ഒറ്റ സെക്കൻഡ് കൊണ്ട് പിന്നെ എല്ലാം മാറിക്കോട്ടെ എന്ന് പറഞ്ഞാൽ എല്ലാം ശരിയാക്കിയിട്ട് ദൈവം തിരിച്ചു പോകുന്നു.
പക്ഷെ ദൈവം നമ്മൾ പറയുന്ന മെസ്സേജ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ ഉള്ളിലുള്ള മനുഷ്യനെ നന്നാക്കിയാൽ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും ദുഃഖങ്ങളും മാറുമെന്നുള്ളതാണ്. ഓ ഓക്കെ. ദൈവം ആ റൂട്ടാണ് കാണിച്ചു തരുന്നത്. അതാണ് നമ്മുടെ സിനിമ പറയുന്നത്. നമ്മുടെ ഇന്നർ സെൽഫ് നമ്മൾ ആദ്യം ചേഞ്ച് ചെയ്യണം. നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും മാറും. ദാറ്റ്സ് എ ബ്യൂട്ടിഫുൾ മെസ്സേജ്. താങ്ക് യു ഫോർ ദാറ്റ്. ഈ പറഞ്ഞ പോലെ അപ്പൊ ഇതൊക്കെയാണ് ഇപ്പൊ റിലീസ് ആയിട്ടുള്ളത്. ഇനി ഇതല്ലാണ്ട് വാട്ട് അതർ പിക്ചേഴ്സ് ദാറ്റ് യു വർക്കിംഗ് ഓൺ ഓൾസോ, അതിനെ കുറിച്ചും കൂടെ ഒന്ന് സംസാരിച്ചു. So I have committed 5 to 6 movies in lead. Okay. അത് ഓരോന്നായിട്ടൊക്കെ ഇനി വരും എന്ന കാര്യം പറയുമ്പോൾ ഇനി നമുക്ക് ചോദിക്കാനുള്ളത് വരാനിരിക്കുന്ന മറ്റൊരു വലിയ സംഭവത്തിനെ കുറിച്ചാണ്. ഏറ്റവും ബിഗസ്റ്റ് ആയിട്ടുള്ള ചോദ്യം, പലരും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യം, ആട് 3 എന്നാണ് ഇറങ്ങുന്നത്? Right now I'm shooting for ആട് 3. Okay. So the ഫ്രാഞ്ചൈസിയുടെ മൂന്നാമത്തെ ഭാഗം. Yes. That will be real fun. എക്സ്പെക്ടേഷൻ അപ്പുറത്ത് നമ്മൾ ഡെലിവർ ചെയ്തിരിക്കും. അടിപൊളി. അതിനുവേണ്ടി നമ്മൾ ഓരോരുത്തരും കാത്തിരിക്കണം. ഐ തിങ്ക് ഈ ഒരു സിനിമയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആ ആക്ടേഴ്സ് ആയാലും അല്ലെങ്കിൽ ബാക്കി ക്രൂ മെമ്പേഴ്സ് ആയാലും വന്നു കഴിഞ്ഞാലും we are always like, okay, when is the next part coming out? നമ്മൾ ഭയങ്കര ഈഗർ ആയിട്ടാണ് കാത്തിരിക്കുന്നത്. And then we are also planning Bharatanatyam 2. Oh wow, okay, that's wonderful. Okay. Yeah, so Mithun Manuel Thomas read the script. Okay. He was very excited and he gave few ideas also, and one of his ideas was that ഇതിന്റെ ടൈറ്റിൽ ഭരതനാട്യം 2ന്റെ ടൈറ്റിൽ മോഹിനിയാട്ടം എന്നായിരിക്കണം. So that was Mithun Manuel Thomas idea, and നമ്മൾ അങ്ങനെയാണ് നമ്മുടെ പടം വരാൻ പോകുന്നത് ഭരതനാട്യം 2 മോഹിനിയാട്ടം എന്ന് പറഞ്ഞാണ്. Oh nice, very nice. Okay, അടിപൊളി. അപ്പം ഇതൊക്കെയാണ് quite a lot of things ഇനി കമ്മിങ് അപ്പ് ആയിട്ടല്ലേ? ഓക്കെ. അപ്പൊ ഇതാണ് #winning in life manifestation. അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച് നമ്മളോട് ഇത്ര നേരം ജോയിൻ ചെയ്തിട്ട്. ഇറ്റ്സ് ഓൾവേസ് വണ്ടർഫുൾ സ്പീക്കിംഗ് ടു യു. കാരണം ഇറ്റ്സ് മോർ ഓഫ് ലൈക്ക് എ കോൺവെർസേഷൻ rather than an interview, so I had so much fun. Thank you. Exactly. And see, ഇത് അപ്പുറത്ത് നിൽക്കുന്ന ആളും ആ രീതിയിലാണല്ലോ നമ്മളോട്. See, ഒരു വൈബ് നമുക്ക് മാച്ച് ആകുമല്ലോ. സോ ആ വൈബ് മാച്ച് ആവണം, എന്നാലേ നമുക്ക് അത്ര ഫ്ലോയിൽ നമുക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ. സോ താങ്ക്സ് ടു യു ഓൾസോ. താങ്ക് യു മേഡ് മൈ ഡേ. എനിക്ക് ഡിന്നർ ഒന്നും വേണ്ട. Thank you so much, Sajjad, for joining with us. Thank you.